ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുരു ആത്മോപദേശ ശതകത്തിൽ 16-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, അധിക വിശാലമരുപ്രദേശമൊന്നായി നദി പെരുകുന്നതുപോലെ വന്നു നാദം, ശ്രുതികളിൽ വീണു തുറക്കുമക്ഷിയെന്നും യഥമിയലും യതിവര്യനായിടേണം. ഇവിടെ അധിക വിശാല മരുപ്രദേശമൊന്നായി, ഇവിടെ ഈ മരുപ്രദേശത്ത് അല്ലെങ്കിൽ ഉണങ്ങി വരണ്ട് കിടക്കുന്ന ഭൂമിയിലേക്ക് ജലം വരുമ്പോൾ, നദി, അപ്പോൾ ഈ ജലം വരുമ്പോൾ ഒരു ശബ്ദം നമുക്ക് ശ്രവിക്കാൻ പറ്റും. ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ശബ്ദം. പ്രത്യേകിച്ച് ഇങ്ങനെ വരണ്ട്, മരുഭൂമി എന്ന് പറയുന്നത് വരണ്ട് കിടക്കുന്ന, യാതൊരു ജലാംശവും ഇല്ലാത്ത ഒന്ന്. അവിടെ അതിനകത്തേക്ക്, ആ ഭൂമിയിലേക്ക് ജലം പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു നാദമുണ്ട്. ആ നാദം വളരെ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം കേൾക്കാവുന്ന, അനുഭവിക്കാവുന്ന. പലപ്പോഴും നമ്മൾ അങ്ങനെയുള്ള ഒരു ശ്രദ്ധ നമ്മളിൽ ഉണരാത്തത് കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാറില്ലെന്ന് മാത്രം. ഇതുപോലെ തന്നെയാണ് ശ്രുതികളിൽ വീണ് തുറക്കും അക്ഷി എന്നും യഥമിയലും യതിവര്യനായിടേണം. ഈ മരുപ്രദേശത്ത് എപ്രകാരമാണോ ജലം വരുമ്പോൾ ശബ്ദമുണ്ടാകുന്നത്, അതേപോലെ ഈ ഒരു ജിജ്ഞാസുവായിട്ടുള്ള ഒരു യമിക്ക് അയാളുടെ ശ്രുതികളിൽ, അയാളുടെ കാതുകളിൽ ഈ നാദം, അതായത് ഈ ഓങ്കാരം അഥവാ മഹർഷിമാർ ഉപദേശിക്കുന്ന ജ്ഞാനം ശരിയായ രീതിയിൽ പതിക്കുമ്പോൾ അയാളിൽ ആ ഒരു അനുഭൂതി ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇവിടെ ശ്രുതി എന്നുള്ളതിന് വേറൊരു അർത്ഥവും കൂടിയുണ്ട്. കേൾക്കുക എന്ന് മാത്രമല്ല, ഇതിന് നമ്മളുടെ മഹർഷിമാർ ഉപനിഷത്തിന് ശ്രുതി എന്ന് പറയാറുണ്ട്. കാരണം അന്നത്തെ കാലത്ത് ഇത് പറഞ്ഞ് കാതുകളിലൂടെ കേട്ട് പഠിച്ചു പോകുന്ന ഒന്നായിരുന്നു. പിന്നീടാണ് അക്ഷരം ഒക്കെ എഴുതി പുസ്തകങ്ങളായിട്ടൊക്കെ വന്നപ്പോൾ അതിൻ്റെ ആവശ്യം വന്നില്ല. മഹർഷിമാരിത് കണ്ടുപിടിക്കുന്ന കാലത്ത് ഈ ജ്ഞാനം, ഈ ബ്രഹ്മവിദ്യ സാക്ഷാത്കരിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു അക്ഷരങ്ങൾ പ്രിൻ്റ് ചെയ്യുന്ന ആ ടെക്നിക്കൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് താൻ സാക്ഷാത്കരിച്ച ആ സത്യത്തിൻ്റെ അനുഭൂതിയെ കവിതാരൂപത്തിൽ തൻ്റെ ശിഷ്യന്മാരിലേക്ക് പകർന്നു കൊടുത്തു. കാതുകളിൽ നിന്ന് കാതുകളിലേക്ക് അതങ്ങനെ പോയിക്കൊണ്ടിരുന്നു. എത്ര കാലം അങ്ങനെ പോയി എന്ന് നമുക്കറിയില്ല. പിന്നീടാണ് ഭൗതികമായിട്ടുള്ള വികാസം വന്നപ്പോൾ അത് എഴുതി വെക്കാൻ തുടങ്ങിയത്. പണ്ട് കാലങ്ങളിലൊക്കെ എഴുതിയിരുന്നത് ഭോർജവൃക്ഷത്തിൻ്റെ തോലുകളിലായിരുന്നു. ഭോർജവൃക്ഷത്തിൻ്റെ ഇലകളല്ല, ശരിക്കും അത് ഭോർജവൃക്ഷത്തിൻ്റെ തൊലിയാണ്. അത് ധാരാളം അടുക്കുകളുണ്ട്. അതിലായിരുന്നു അന്ന് മഹർഷിമാർ എഴുതിയിരുന്നത്. ഇന്നും അത് ലഭ്യമാണ്. നമ്മൾ ഹിമാലയത്തിലൊക്കെ പോകുമ്പോൾ ഭോർജവൃക്ഷങ്ങൾ കാണാം. അപ്പോൾ അത് നമ്മൾ നല്ല മരമാണെങ്കിൽ കുറച്ച് സ്ഥലം, മുഴകളൊന്നുമില്ലാത്ത സ്ഥലം നോക്കി കയറി എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൽ എഴുതാം. നമ്മുടെ ഇന്നത്തെ എത്ര ഡിസൈൻ ചെയ്ത പേപ്പർ പോലും തോറ്റുപോകുന്ന തരത്തിലുള്ള തൊലിയാണ് അതിനകത്തുള്ളത്. വളരെ മനോഹരമായിട്ടുള്ള, വളരെ സ്മൂത്തായിട്ടുള്ള. അങ്ങനെ ആ എഴുത്തൊക്കെ പിന്നീട് വന്നതാണ്. നമ്മുടെ വിഷയം അതല്ല. ഇത് ഗുരുവിൽ നിന്ന് ശിഷ്യനിലേക്ക്
പകർന്ന് കൊടുക്കുന്ന ജ്ഞാനം അത് ശ്രുതികളിൽ വീണ് തുറക്കും. അപ്പോൾ ഈ ശ്രുതികൾ നമ്മുടെ കാതുകളിൽ, ശിഷ്യൻ്റെ കാതുകളിൽ ഗുരു ഉപദേശിച്ചു കൊടുക്കുന്ന ഓങ്കാരം അല്ലെങ്കിൽ ആ ജ്ഞാനം, ഓങ്കാരം എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥത്തോടു കൂടിയാണ്, അല്ല വെറുതെ ഓം ഇങ്ങനെ ചൊല്ലിക്കൊടുക്കുകയല്ല. ആ ഓമിനകത്ത് അടങ്ങിയിരിക്കുന്നത് ജാഗ്രത്തും സ്വപ്നവും സുഷുപ്തിയും, ഈ മൂന്നെണ്ണത്തിനെ കുറിച്ചുള്ള അതിൻ്റെ സാരമാണ്. അപ്പോൾ കാതിൽ ഇതിൻ്റെ എല്ലാ തലവുമാണ് കാതിലേക്ക് പകർന്നു കൊടുക്കുന്നത്. അങ്ങനെ അത് ശരിയായ രീതിയിൽ ആ ശിഷ്യൻ ഉൾക്കൊള്ളുമ്പോൾ മരുഭൂമിയിലേക്ക് വരുന്ന നദി പോലെ, ആ നദിയുടെ ശബ്ദം പോലെ ഇയാളിലും ആ ഒരു പരിവർത്തനം ഉണ്ടാകും. അതൊരു വല്ലാത്ത ഒരു അനുഭൂതിയാണ്. അതിന് നമുക്ക് പാകപ്പെടാൻ ഒരു യഥമിയലും യതിവര്യനായിടണം എന്ന് പറയുമ്പോൾ ഇത് ആ ഒരു ശരിക്കും ആ ഒരു തലത്തിലേക്ക് അവൻ പാകപ്പെട്ട് വരണം. യതിവര്യനാകണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു യോഗ്യത നേടിയ ഒരു ശിഷ്യനായി മാറണം. എങ്കിൽ മാത്രമേ ഈ കാതിലേക്ക് വീഴുന്നത് കൃത്യമായിട്ട് പരന്ന് ഒഴുകുകയുള്ളൂ. അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് അവൻ്റെ അനുഭൂതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ശ്രദ്ധയോടുകൂടി, ശ്രദ്ധ വളരെ അനിവാര്യമായിട്ടുള്ള ഘടകമാണ്. അതോടുകൂടി അത് അവൻ്റെ ജീവിതം കൃതകൃത്യമാകുവാൻ സാധിക്കും. അതിനുശേഷം അയാൾക്ക് മറ്റുള്ളവരിലേക്ക് അത് പകർന്നു കൊടുക്കാനും പറ്റും. അപ്പോൾ നമുക്കതിന് സാധിക്കട്ടെ. ഏവർക്കും നമസ്കാരം.